നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. 37ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കമായി. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. മാപ്രാണം നന്ദിക്കര റോഡിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. നെടുമ്പാൾ മുതൽ നന്ദിക്കര വരെയുള്ള റോഡ് റീടാറിംഗ് നടക്കുന്നതിനാൽ 3 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം. വാട്സാപ്പിലൂടെ ഓർഡർ എടുത്ത് ആവശ്യക്കാർക്ക് മദ്യം കാറിൽ എത്തിച്ചു നൽകുന്നയാൾ അറസ്റ്റിൽ. മാഹി സ്വദേശിയിൽ നിന്ന് പിടിച്ചെടുത്തത് 160 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. 37ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കമായി. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലം കൊണ്ട് കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുന്ന പ്രധാനപ്പെട്ട പരിപാടിയായി കേരള ശാസ്ത്ര കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ എന്നിവ കൊണ്ടും ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ്. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിന് മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിൽ ഊന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുവെന്നതാണ് സയൻസ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഒരു IITയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞന്മാരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവനവാദക്കാരാണോ എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശാസ്ത്രം പഠിച്ച ആളുകളെ കൊണ്ടുതന്നെ അശാസ്ത്രീയത പ്രചരിപ്പിക്കാനുള്ള വേദിയായി ദേശീയ സയൻസ് കോൺഗ്രസ് മാറിയെന്നത് രാജ്യത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് നമ്മളാൽ കഴിയും വിധമുള്ള കാര്യങ്ങൾ ചെയ്ത് കേരളം മുന്നോട്ട് പോവുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. 2050ഓടെ കേരളത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിന് മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രാധാന്യം. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു IITയുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. കേരള സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ ഡോക്ടർ വൃന്ദ മുകുന്ദൻ, ഡോക്ടർ VS ഹരീഷ് എന്നിവർക്ക് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. റവന്യൂ മന്ത്രി K രാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ KP സുധീർ അധ്യക്ഷത വഹിച്ചു. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ S സോമനാഥിന് നൽകുമെന്ന് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സമയവും വേദിയും പിന്നീട് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കൂട്ടർ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്ന് അനുഭവങ്ങളും സംഭവങ്ങളും നിരത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി. ശാസ്ത്രത്തെ നിരാകരിക്കുക എന്നത് ചരിത്രകാലം മുതൽ സമൂഹത്തിൽ തുടർന്നു വന്നിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അന്നെല്ലാം സാമൂഹിക അവസ്ഥയെല്ലാം മാറ്റിക്കൊണ്ട് ശാസ്ത്രം അതിവേഗം വളർന്നിരിക്കുന്നു. മാപ്രാണം നന്ദിക്കര റോഡിൽ നെടുമ്പാൾ മുതൽ നന്ദിക്കര വരെയുള്ള റോഡ് ടാറിംഗ് നിർമ്മാണം തിങ്കളാഴ്ച ആരംഭിക്കും. 3 ദിവസത്തേക്ക് പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട വഴി വരുന്ന വാഹനങ്ങൾ നെടുമ്പാൾ ജംഗ്ഷനിൽ നിന്നും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പള്ളം കുറുമാലി വഴി ദേശീയപാതയിലേക്കും, ദേശീയപാതയിൽ നിന്നുള്ള വാഹനങ്ങൾ കുറുമാലി, പള്ളം, രാപ്പാൾ, നെടുമ്പാൾ ജംഗ്ഷൻ വഴി ഇരിങ്ങാലക്കുടയിലേക്കും പോകേണ്ടതാണെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
വാട്സാപ്പിലൂടെ ഓർഡർ എടുത്ത് ആവശ്യക്കാർക്ക് മദ്യം കാറിൽ എത്തിച്ചു നൽകുന്നയാൾ അറസ്റ്റിൽ. ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 224 കുപ്പി മാഹി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായാണ് കാർ യാത്രികൻ മാഹി പള്ളൂർ സ്വദേശി 50 വയസ്സുള്ള ജംഷാദ് പിടിയിലായത്. 160 ലിറ്ററോളം മദ്യമാണ് പിടിച്ചെടുത്തത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്. മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് കടത്തലിനെതിരെ ജില്ലാ പോലീസ് മേധാവി ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഡിക്കിയിൽ രഹസ്യമായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയത്. കൊടകര പേരാമ്പ്രയിൽ ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഓഫ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തി വന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്ന് വാട്സാപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് മദ്യവിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നതെന്നും ജംഷാദ് പോലീസിനെ അറിയിച്ചു. കേസിലെ കൂടുതൽ പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സംഘം പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടുന്ന അക്രമങ്ങൾ അടുത്തയിടെ വർദ്ധിച്ചതോടെ ഇത്തരം ക്രിമിനലുകൾക്കെതിരെ കർശന നടപടികൾ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. അതിന്റെ ഭാഗമായി രാത്രികാല വാഹന പരിശോധനയിലാണ് അനധികൃത മദ്യവുമായി ജംഷാദ് പിടിയിലാവുന്നത്. ഏതാനും ദിവസം മുൻപാണ് സമാനമായ പരിശോധനയിൽ കുപ്രസിദ്ധ ലഹരി കടത്തുകാരൻ കിങ്ങിണി ഷിജോയെ 50 ഗ്രാമോളം രാസലഹരിയുമായി ഈ അന്വേഷണ സംഘം പിടികൂടിയത്. കൊടകര ISHO PK ദാസ്, സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ, ASIമാരായ ബൈജു, ഷീബ ഗോകുലൻ, ബിനു പൗലോസ്, സീനിയർ CPOമാരായ ഷിജു, സഹദ്, സനൽ, CPOമാരായ ആഷിഖ്, ശ്രീജിത്ത്, ഡാൻസ് ഓഫ് അംഗങ്ങളായ VG സ്റ്റീഫൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, PM മൂസ, VU സിൽജോ, AU റജി, ബിനു MJ, ഷിജോ തോമസ്, സൈബർ സെൽ ഉദ്യോഗസ്ഥനായ CK ഷനൂഖ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അളഗപ്പനഗർ പഞ്ചായത്ത് 4-ാം വാർഡിൽ കുടുംബശ്രീ CDSന്റെ ഇടം രൂപീകരണം സ്നേഹതീരം എന്ന പേരിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജോസി ജോണി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ജിജോ ജോൺ, പ്രിൻസി ഡേവിസ്, അംഗങ്ങളായ PK ശേഖരൻ, അശ്വതി പ്രവീൺ, സനൽ മഞ്ഞളി, VK വിനിഷ്, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, ഹാപ്പി കേരളം ജില്ലാ RP ഷൈജ ഹുസൈൻ, KV ദീപ എന്നിവർ പ്രസംഗിച്ചു. കാരണം കുറേ സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മറക്കാത്ത ഒരു സന്തോഷം നിറഞ്ഞ നിമിഷമായിരുന്നു. അപ്പോൾ നമ്മുടെ ആൾക്കാര് ഓരോ വൈക്ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതില് നിങ്ങൾ അതൊന്ന് എന്താണ് ഭയങ്കര സന്തോഷ നിമിഷം എന്താണ് അതൊന്ന് എഴുതാം. എനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം കിട്ടാറ്. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 3-ന് നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി, രാവിലെ 9-ന് ശീവേലി മേളം എന്നിവയുമുണ്ടാകും. 11 മുതൽ പ്രസാദ ഊട്ട്, തെക്കേ ഗോപുരത്തിന് മുമ്പിൽ നിന്ന് കാഴ്ച ശീവേലി, ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം എന്നിവയുണ്ടാകും. വൈകിട്ട് 6-ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടന്മാരാരുടെ പ്രമാണത്തിലുള്ള മേളം അകമ്പടിയേകും. 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം താളലയ മേള സംഗമം, തായമ്പക, ചൊവ്വാഴ്ച വെളുപ്പിന് 2-ന് ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, 3:30-ന് ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 4-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, 5-ന് കളമെഴുത്തുപാട്ട്, 6-ന് വേലവരവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. പുതുക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് സജീഷ് കരിപ്പേരി, സെക്രട്ടറി G കലാസാഗരൻ, P രതീഷ്, N മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ക്ഷേത്രത്തിലെ 2025 28 ഉച്ചാരണ മഹോത്സവം ഈ വർഷവും അതിവിപുലമായി തന്നെ ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ ആഘോഷിക്കുകയാണ്. 10-ാം തീയതിയിലാണ് വിവിധ ദേശങ്ങളിലുള്ള പൂരങ്ങൾ എത്തിച്ചേർന്ന് ആഘോഷത്തിൻ്റെ പ്രധാന ദിവസം. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 മഹോത്സവം 8, 9, 10
3 ദിവസങ്ങളായിട്ട് ആഘോഷിക്കുകയാണ്. അതിൽ ഇന്ന് 8-ാം തീയതി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 3 വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ആമ്പല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രോഗ്രാം എന്ന നിലയിലേക്ക് പ്രഗത്ഭരായ മേളക്കാരും കേരളത്തിലെ തലയെടുപ്പുള്ള ആളുകളും അണിനിരക്കുന്ന, അതുപോലെ പഞ്ചവാദ്യം, എല്ലാ കാര്യങ്ങളിലും ഒരു തൃശ്ശൂർ പൂരത്തിനെ പോലെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു ഉത്സവമായ ആമ്പല്ലൂർ കുണ്ടുകാവ് ക്ഷേത്രത്തിലെ 28 ചോളം ആഘോഷത്തിലേക്ക് ആദ്യമായിട്ട് എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ദേവസ്വത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെണ്ടൂര് ഈസ്റ്റ് ദേശം, എരിപ്പോട് ദേശം, കുറുപ്പുംകുളം ദേശം എന്നീ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന ദേശക്കാരുടെ കൂട്ടിയെഴുന്നേൽപ്പായി വൈകിട്ട് 6 മണിക്ക് കൂട്ടിയെഴുന്നേൽപ്പോടുകൂടി പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സഹകരിക്കണം. വരന്തരപ്പള്ളി ദർശന കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന 3ാമത് വിദ്യാധരൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ അവാർഡ് കലാസന്ധ്യ കൽപ്പാന്തകാലത്തോളം ഫെബ്രുവരി 16 വൈകിട്ട് 6 വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP സ്കൂൾ അങ്കണത്തിൽ നടക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം ചെയ്യും. ദർശന കൾച്ചറൽ ഫോറം രക്ഷാധികാരി ഫാദർ ഡോക്ടർ പോൾ പൂത്തിങ്കൽ അധ്യക്ഷത വഹിക്കും. വിദ്യാധരൻ മാസ്റ്റർ, TI വർഗീസ്, CA ബഷീർ, PJ നിജോ എന്നിവരെ ആദരിക്കും. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ അവതാരകനാകും. തുടർന്ന് വിദ്യാധരൻ മാസ്റ്റർ ഈണമിട്ട മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങൾ ചേർത്തിണക്കിയ സംഗീത വിരുന്നും ഉണ്ടായിരിക്കും. പാലപ്പള്ളി ഓത്തനാട് 907 ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടികൾ ഇത്തവണയും കാര്യകുളം കടവിലെ താൽക്കാലിക പാലത്തിലൂടെ കടന്നുപോയി. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ആവശ്യത്തിന് അരനൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ഉത്സവാഘോഷത്തിന് കാവടികൾ പോകുമ്പോൾ താൽക്കാലിക നടപ്പാലം നിർമ്മിക്കുക പതിവാണ്. 907 പ്രദേശത്തു നിന്നും കന്നറ്റുപാടം സ്കൂൾ, കോടാലി, കൊടകര മേഖലയിലേക്ക് എളുപ്പത്തിലെത്താൻ പാലം നിർമ്മിച്ചാൽ സഹായകമാകും. ഇതിനായി നാട്ടുകാർ നിരവധി നിവേദനങ്ങളും പരാതികളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് പാലം നിർമ്മിക്കാൻ മരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. വലിയ പാലം അല്ലെങ്കിലും ചെറുവാഹനങ്ങൾക്കെങ്കിലും കടന്നുപോകാവുന്ന തരത്തിൽ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിവിധ തരം ഗ്യാസ് സ്റ്റൗ സർവീസിന് കല്ലൂർ മാവിൻചൂടിൽ ജിയോ സ്റ്റൗ സർവീസ് എന്ന സ്ഥാപനം ഞായറാഴ്ച രാവിലെ 11 തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ജിയോ കല്ലൂക്കാരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഫോൺ 9349131719. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിലെ റോഡുകളുടെ ഓരങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നത് യാത്രികർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മുരിയാട് പഞ്ചായത്ത് ക്ലീൻ ഗ്രീൻ എന്ന പുതിയ പദ്ധതിയിലൂടെ പൊതുവഴികൾ സഞ്ചാരിയ സൗഹൃദമാക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. പദ്ധതി പ്രകാരം ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും പഞ്ചായത്തിലെ പ്രധാന പൊതുവഴികളെല്ലാം പുല്ലുവെട്ടി വൃത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പണം നീക്കിവെക്കുകയും പദ്ധതിക്ക് അനുമതി ലഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തീകരിച്ചതോടെയാണ് ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആനുരുളി ബണ്ട് റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KU വിജയൻ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊകലത്ത്, മണി സജയൻ, K വൃന്ദാകുമാരി, ശ്രീജിത്ത് പട്ടത്ത്, നികിത അനൂപ്, റോസ്മി ജയേഷ്, പുല്ലൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം പ്രസിഡന്റ് KN ദിവാകരൻ, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അജിത, പരമു എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി പൊതുവഴികൾ പുല്ലുവെട്ടി വൃത്തിയാക്കും. ഓരോ വാർഡുകൾക്കും നിശ്ചിത സമയപരിധി നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. ഒരു വർഷം 3 പ്രാവശ്യമെങ്കിലും ഈ പ്രവൃത്തി ചെയ്യുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്ലീൻ ഗ്രീൻ മുരിയാട് പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ഇന്ന് വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ മണ്ണിന് അപകടകരമാണ്, മനുഷ്യന് അപകടകരമാണ് എന്ന് മാത്രമല്ല, അക്രമാസക്തമായിട്ടുള്ള നായ്ക്കൾക്ക് അത് യഥേഷ്ടം വിരാജിക്കാനുള്ള ഇടമായി ഇത്തരം കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പറപ്പൂക്കര പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി വികസന സെമിനാർ KK രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ PT കിഷോർ, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ TR ലാലു, KK രാമകൃഷ്ണൻ, R ഉണ്ണികൃഷ്ണൻ, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, രാംദാസ് വയലൂർ എന്നിവർ പ്രസംഗിച്ചു.
കരട് പദ്ധതി രേഖ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ സത്യനിൽ നിന്നും MLA ഏറ്റുവാങ്ങി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് നൂതന പദ്ധതികൾ ആവിഷ്കരിക്കാനും വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം ഉൾപ്പെടെയുള്ള പുതിയ പദ്ധതി നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉയർന്നുവന്നു. നിലവിലെ അഗ്രി ടെക്നീഷ്യന്മാരുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും വിപുലീകരിക്കാനും പറപ്പൂക്കര മട്ട വിപണിയിൽ ഇറക്കാനും സെമിനാറിൽ നിർദ്ദേശമായി. ദേശീയ തലത്തിൽ വിവിധ അംഗീകാരങ്ങൾ നേടിയവരെ സെമിനാറിൽ വെച്ച് MLA ആദരിച്ചു. കോടന്നൂരിൽ ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 2 രാത്രി 10 മണിയോടെ കോടന്നൂർ പൂരം ബാറിന്റെ പാർക്കിംഗ് പരിസരത്തായിരുന്നു സംഭവം. പാറളം കോടന്നൂർ വടക്കുംപറമ്പിൽ 18 വയസ്സുള്ള നിർമ്മൽ, അമ്മാടം പഴയ ഷാപ്പിന് സമീപം കണ്ടൻകേരിൽ 19 വയസ്സുള്ള അക്ഷയ്, കണിമംഗലം പനമുക്ക് വെള്ളിത്തോടത്ത് വീട്ടിൽ 22 വയസ്സുള്ള അഖിലേഷ് എന്നിവരെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. ചേർപ്പ് സ്വദേശിയായ 36 വയസ്സുള്ള അഖിൽ കൃഷ്ണനെയാണ് പ്രതികൾ കൈകൊണ്ടും ബൈക്കിന്റെ താക്കോൽ, ഹെൽമറ്റ് എന്നിവ ഉപയോഗിച്ചും തലയ്ക്കും മുഖത്തിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. അഖിൽ കൃഷ്ണ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്താലായിരുന്നു സംഭവം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെയും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നും അറസ്റ്റ് ചെയ്തത്. SIമാരായ അഫ്സൽ, TN പ്രദീപൻ, സജിബാൽ, ജീവൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ്, അജിത് കുമാർ, KA അജിത്, സോഹൻലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഉത്സവങ്ങൾക്ക് ആനകളെ അണിനിരത്തുമ്പോൾ പാലിക്കേണ്ട ദൂരപരിധിയും ഉത്സവങ്ങൾ ഇൻഷുർ ചെയ്യുന്നതിന്റെ തുക എന്നിവ സംബന്ധിച്ച് ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരമുള്ള നിബന്ധനകളും പാലിക്കണമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അറിയിച്ചു. മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനപ്രകാരം ആനകൾ തമ്മിൽ നട മുതൽ നട വരെ ചുരുങ്ങിയത് 1 മീറ്റർ അകലമുണ്ടായിരിക്കണം. 1 മുതൽ 7 വരെ ആനകളെ എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾ 1 കോടി രൂപയ്ക്കും 8 മുതൽ 15 വരെ 1.5 കോടി രൂപയ്ക്കും 15-ന് മുകളിൽ 2 കോടി രൂപയ്ക്കും ഇൻഷുർ ചെയ്തിരിക്കണം. ആനകളുടെ 3 മീറ്റർ ചുറ്റളവിൽ പൊതുജനങ്ങൾ എത്താത്ത രീതിയിൽ വേണം ആന എഴുന്നള്ളിപ്പുകൾ നടത്തേണ്ടതെന്നും തീവെട്ടികൾ മുതലായവ 3 മീറ്റർ അകലത്തിൽ വേണം ക്രമീകരിക്കേണ്ടതെന്നും തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് കൺസർവേറ്റർ അറിയിച്ചു. തലോർ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സിനിമ കൊട്ടക പഴയകാല സിനിമകളുടെ പ്രദർശനം നടത്തുന്നു. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് പ്രദർശനം. എല്ലാ ദിവസവും 6:30 മുതൽ പ്രദർശനം ആരംഭിക്കും. സ്കൂളിന്റെ മുൻവശത്ത് ട്രസ്റ്റ് ഷെഡ് LF ടാക്കീസ് എന്ന പേര് മാറ്റിയാണ് സിനിമാ പ്രദർശനം. ഉദ്ഘാടന ദിവസം ചെമ്മീൻ, തുടർന്ന് രാജാവിന്റെ മകൻ, ഇത്തിക്കര പക്കി, ഗോഡ്ഫാദർ, അവസാന ദിവസം കാതോട് കാതരം എന്നിങ്ങനെയാണ് സിനിമകൾ അവതരിപ്പിക്കുന്നത്. ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കും വിധം കപ്പലണ്ടി, ഇഞ്ചി മിഠായി, തേൻനിലാവ്, നാരങ്ങ സത്ത്, പല്ലൊട്ടി തുടങ്ങി എല്ലാവിധ മിഠായികളും ലഭ്യമാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വിവിധ തലമുറകളുടെ ബാല്യകാല സിനിമകളായും മലയാളത്തിലെ പ്രധാന നടീനടന്മാർ എന്ന നിലയിലുമാണ് ഇത്തരം സിനിമകൾ കണ്ടെത്തിയതെന്ന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ ജോസഫ് ടാജറ്റ് പറഞ്ഞു. സിനിമാ കൊട്ടകയുടെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 6-ന് പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ നിർവഹിക്കും. കൊടകര നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിവിധ ചടങ്ങുകളോട് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ന് വൈകുന്നേരം ശുദ്ധികലശം, സുനിൽ നെല്ലായിയുടെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങൾ, 10-ന് രാവിലെ യോഗീശ്വര പൂജ, വൈകുന്നേരം 7:15-ന് കൊടിയേറ്റം, ക്ഷേത്രം വനിതാ സമിതിയുടെ തിരുവാതിരക്കളി, പഞ്ചമി വിനോദ് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ, 11-ന് രാവിലെ ഉത്സവ ബലി, വൈകുന്നേരം 7-ന് വയലൂർ പത്മിനിയും സംഘവും അവതരിപ്പിക്കുന്ന സംഗീതാർച്ചന, ആനന്ദപുരം NSS വനിതാ സമാജം, രാപ്പാൾ ശ്രീകൃഷ്ണപുരം തിരുവാതിരക്കളി സംഘം എന്നിവരുടെ തിരുവാതിരക്കളി, 12-ന് വൈകുന്നേരം 6:45-ന് നന്ദിക്കര ജയശ്രീം സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ, കൊളത്തൂർ വിഷ്ണുമായ, വയലൂർ ടീം എന്നിവരുടെ തിരുവാതിരക്കളി, 13-ന് 6:45-ന് ND വിജയകുമാരിയുടെ വീണക്കച്ചേരി, തുടർന്ന് മാടായിക്കോണം ഗീതാഞ്ജലി ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻ സന്ധ്യ, പള്ളിവേട്ട ദിവസമായ 14-ന് രാവിലെ 9-ന് പഞ്ചാരിമേളം, വൈകുന്നേരം 6-ന് ദീപക്കാഴ്ച, 7-ന് കുമാരി സംവേദ ചാലക്കുടിയുടെ തായമ്പക, രാത്രി 8:45-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ്, കലാമണ്ഡലം മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, രാത്രി 11:30-ന് പാണ്ടിമേളം, 15-ന് രാവിലെ 9:30-ന് നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രക്കടവിലെ ആറാട്ട്, കൊടിക്കൽ പറ, കൊടിയിറക്കം, ആറാട്ടുബലി, അന്നദാനം എന്നിവയാണ് പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് MV പ്രസാദ്, സെക്രട്ടറി
NS കൃഷ്ണൻ, കൺവീനർ NS മഹേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാംദാസ് വയലൂർ എന്നിവർ പങ്കെടുത്തു. ഡാൻസ് പ്രോഗ്രാം 10-ാം തീയതി പഞ്ചമി ഡാൻസ് പ്രോഗ്രാം. ഇവരൊക്കെ കലാക്ഷേത്രങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പള്ളിവേട്ട നാളിൽ വൈകുന്നേരം എല്ലാ വർഷവും നമ്മളവിടെ ദീപക്കാഴ്ച നടത്തും. അമ്പലത്തിൻ്റെ ഗേറ്റ് മുതൽ പള്ളിവേട്ട 6 വരെ നിലവിളക്ക് കൊളുത്തി 100 നിലവിളക്കുകൾ ക്ഷേത്രത്തിലെ നിത്യധ്യാന ചടങ്ങുകൾ കൂടാതെ വിവിധ കലാപരിപാടികളോടുകൂടി ആണ് ഇക്കൊല്ലത്തെ ഉത്സവാഘോഷം നടത്തുന്നത്. ഇതിന് വേണ്ടതായ തക്കതായ ഒരു കവറേജ് മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നു. ഈ അമ്പലം 150 വർഷത്തിലേറെ പഴക്കമുള്ള നന്ദിനി നദിയുടെ തീരത്തുള്ള പുരാതന മഹാക്ഷേത്രമാണ്. ശിലപിരിക്കാനായിട്ട് കുറച്ചധികം ഫണ്ട് സമാഹരിച്ച് ചെലവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇത്തവണ നാട്ടുകാരുടെ സ്വന്തം ആ ഭാഗത്തുള്ളവരുടെ മാത്രം കലാപരിപാടികൾ അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഭക്തിഗാനമേളയും മറ്റും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ 9-ാം തീയതി ശുദ്ധികലശം നടത്തും. വൈകുന്നേരം 10-ാം തീയതി ഇരിങ്ങാലക്കുട പോട്ട സംസ്ഥാന പാതയിൽ വല്ലംകുന്നിൽ ഇരുചക്ര വാഹന അപകടത്തിൽ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി മരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ 5-ാം വാർഡ് തേലപ്പള്ളി മംഗലൻ 58 വയസ്സുള്ള സജിത്താണ് മരിച്ചത്. വല്ലക്കുന്നിൽ ഫ്രൂട്ട് ഷോപ്പ് നടത്തുന്ന സജിത്ത് ഷോപ്പ് അടച്ച് വെള്ളിയാഴ്ച രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ശനിയാഴ്ച 4:30 സെന്റ് മേരീസ് പള്ളിയിൽ നടക്കും. അമ്മ ഫിലോമിന, ഭാര്യ റാണി, മക്കൾ മേഘ, എൽമീറ, മരുമകൻ ആൽവിൻ. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ വനിതാ പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതി, GRCകൾ തുടങ്ങിയ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരിൽ നിന്ന് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 14 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം വരന്തരപ്പള്ളി പഞ്ചായത്ത് ICDS സൂപ്പർവൈസർക്ക് അപേക്ഷ നൽകണം. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വനിതാ ഫിറ്റ്നസ് സെന്ററിലേക്ക് ട്രെയിനറായി നിശ്ചിത യോഗ്യത ഉള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അവസാന തീയതി ഫെബ്രുവരി 11. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,945 രൂപയും പവന് 63,560 രൂപയും രേഖപ്പെടുത്തി. തൃക്കൂർ തേക്കാനത്ത് മംഗലൻ പോൾ അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 37ാം കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് തുടക്കമായി. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. മാപ്രാണം നന്ദിക്കര റോഡിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം. നെടുമ്പാൾ മുതൽ നന്ദിക്കര വരെയുള്ള റോഡ് റീടാറിംഗ് നടക്കുന്നതിനാൽ 3 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം. വാട്സാപ്പിലൂടെ ഓർഡർ എടുത്ത് ആവശ്യക്കാർക്ക് മദ്യം കാറിൽ എത്തിച്ചു നൽകുന്നയാൾ അറസ്റ്റിൽ. മാഹി സ്വദേശിയിൽ നിന്ന് പിടിച്ചെടുത്തത് 160 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം. ആമ്പല്ലൂർ ശ്രീ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ചാൽ തിങ്കളാഴ്ച ആഘോഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.